തണുത്ത കാലാവസ്ഥയ്ക്കും മനോഹരമായ പാർക്കുകൾക്കും പേരുകെട്ട ബംഗളൂരു നഗരം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു തീച്ചൂളയായി മാറിയിരിക്കുകയാണ്. മുൻപ് എയർ കണ്ടീഷണറുകൾ ആവശ്യമില്ലാതിരുന്ന ഈ നഗരത്തിൽ ഇന്ന് AC-യും കൂളറും ഇല്ലാതെ ജീവിക്കാൻ വയ്യുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രിയാപാൽ എന്ന യുവതി തന്റെ കുടുംബത്തോടൊപ്പം നടത്തിയ വേറിട്ട എസ്കേപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വീട്ടിലെ ചൂട് അസഹനീയമായപ്പോൾ രക്ഷ നേടാൻ തൊട്ടടുത്തുള്ള ഹോട്ടൽ AC മുറി ബുക്ക് ചെയ്ത യുവതിയുടെ അനുഭവം നഗരത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേർചിത്രം കൂടിയാണ്. സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തെ കുളിർമയുള്ള കാലാവസ്ഥ അനുഭവപ്പെടാറുള്ള ബംഗളൂരു നഗരം ഇത്തവണ അക്ഷരാർത്ഥത്തിൽ ഒരു തീച്ചൂളയായി മാറിയിരിക്കുകയാണ്. നഗരത്തിന്റെ താപനില റെക്കോർഡുകൾ ഭേദിച്ചതോടെ എയർ കണ്ടീഷണറുകൾക്കും കൂളറുകൾക്കും വിപണിയിൽ വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രതിസന്ധിയാണ് പ്രിയാപാൽ എന്ന യുവതിയെയും കുടുംബത്തെയും വലച്ചത്. ബംഗളൂരുവിലെ വേനൽ മഴ ഉടൻ പെയ്യുമെന്നും അതോടെ ചൂട് കുറയുമെന്നുമുള്ള വിശ്വാസത്തിലായിരുന്നു പ്രിയയും കുടുംബവും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി AC വാങ്ങുന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചിരുന്നില്ല. എന്നാൽ മഴ കനത്തില്ലെന്ന് മാത്രമല്ല, ചൂട് സഹിക്കാവുന്നതിലും അപ്പുറമാവുകയും ചെയ്തു. ഒടുവിൽ ഗതികെട്ട് AC വാങ്ങാൻ കടകളിൽ എത്തിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിഞ്ഞത്. കടുത്ത ഡിമാൻഡ് കാരണം മിക്ക കടകളിലും സ്റ്റോക്ക് തീർന്നിരുന്നു. AC ഓർഡർ ചെയ്താൽ ഡെലിവറി ലഭിക്കാൻ 7 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന മറുപടിയാണ് വിതരണക്കാരിൽ നിന്നും ലഭിച്ചത്. താൽക്കാലിക ആശ്വാസത്തിനായി എയർ കൂളറുകൾ വാടകയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ബംഗളൂരുവിലെ ഭൂരിഭാഗം കൂളർ റെന്റിംഗ് ഏജൻസികളിലും ബുക്കിംഗ് നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. സ്വന്തം വീടിനുള്ളിലെ ചൂട് അസഹനീയമായതോടെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥയായി. ഇതോടെയാണ് ഒരു ദിവസത്തെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ തൊട്ടടുത്തുള്ള ഹോട്ടൽ AC മുറി ബുക്ക് ചെയ്യാൻ കുടുംബം തീരുമാനിച്ചത്. വീട്ടിലെ വിയർപ്പിൽ നിന്ന് മുക്തി നേടി ഹോട്ടൽ മുറിയിലെ തണുപ്പിൽ നെറ്റ്ഫ്ലിക്സും കണ്ട് സമയം ചെലവഴിച്ച അനുഭവം പ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് നഗരത്തിലെ കാലാവസ്ഥാ വ്യതിയാനം വീണ്ടും ചർച്ചയായത്. വീട്ടിനുള്ളിലെ വിയർപ്പിൽ നിന്നും ശ്വാസം മുട്ടിക്കുന്ന ഉഷ്ണത്തിൽ നിന്നും മുക്തി നേടി ഹോട്ടലിലെ AC മുറിയിലെത്തിയ പ്രിയാപാൽ തന്റെ അനുഭവം അതീവ സന്തോഷത്തോടെയാണ് പങ്കുവച്ചത്. കഠിനമായ ചൂടിനെ തോൽപ്പിക്കാൻ അവർ കണ്ടെത്തിയ ഈ വഴി ഒരു താൽക്കാലിക എസ്കേപ്പ് എന്നതിലുപരി വലിയൊരു ആശ്വാസമായിരുന്നു. പുറത്തെ താപനില 40 ഡിഗ്രി അടുക്കുമ്പോൾ ഹോട്ടൽ മുറിയിലെ സുഖകരമായ തണുപ്പിലിരുന്ന സിനിമകൾ കണ്ടു വിശ്രമിച്ചും സമയം ചെലവഴിച്ചതിനെ പ്രിയ വിശേഷിപ്പിച്ചത് യഥാർത്ഥ ചില്ലിംഗ് എന്നാണ്. വീട്ടിൽ വൈദ്യുതി തടസ്സപ്പെടുമോ എന്ന പേടിയില്ലാതെ ഹോട്ടൽ മുറിയിലെ AC തണുപ്പിൽ നെറ്റ്ഫ്ലിക്സും കണ്ട് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി അവർ കാണുന്നു. ചൂട് കാരണം ഉറക്കമില്ലാത്ത രാത്രികളും ക്ഷീണവും അനുഭവിച്ച കുടുംബത്തിന് ഈ ഒരു ദിവസത്തെ ഹോട്ടൽ താമസം ശാരീരികവും മാനസികവുമായ വലിയ ഉന്മേഷം നൽകി. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിലും നല്ലൊരു വഴിയില്ല എന്നാണ് പ്രിയ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത്. പ്രിയയുടെ ഈ വേറിട്ട തീരുമാനം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കറണ്ട് പോകുമ്പോൾ ഞാനും ഇതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടെന്ന് പലരും കമന്റ് ചെയ്തപ്പോൾ ഇതിനായുള്ള പണം വേണ്ടേ എന്ന് ചോദിച്ചവരും കുറവല്ല. എങ്കിലും ചൂടിനെ നേരിടാൻ പ്രിയ കണ്ടെത്തിയ ഈ പ്രായോഗിക ബുദ്ധി പലർക്കും ഒരു പുതിയ ആശയമായി മാറിയിരിക്കുകയാണ്. മുൻപ് ഫാനുകൾ പോലും ആവശ്യമില്ലാതിരുന്ന ബംഗളൂരുവിൽ ഇന്ന് ജനങ്ങൾ AC തേടി ഹോട്ടലുകളിലേക്ക് പോകേണ്ടി വരുന്നത് നഗരത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ബംഗളൂരുവിൽ മാത്രമല്ല, കേരളത്തിലും അവസ്ഥ ദാരുണമാണ്. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം 24 വരെ കനത്ത ചൂട് തുടരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിക്കാമെങ്കിലും വലിയ ആശ്വാസം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. വേനൽ ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ധാരാളം വെള്ളം കുടിക്കുക, നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെ. അതുപോലെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. സൂര്യാഘാതം ഏൽക്കുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക. നഗരങ്ങൾ കോൺക്രീറ്റ് കാടുകളായി മാറുന്നതും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ നിത്യജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ബംഗളൂരുവിലെ ഈ സംഭവം. പ്രിയാപാലിനെ പോലെ ഹോട്ടൽ മുറി എടുക്കാൻ എല്ലാവർക്കും സാധിക്കില്ലെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് കത്തുന്ന ഈ വേനൽ വിരൽ ചൂണ്ടുന്നത്.